കൊച്ചിയിലെ 26 കോടിയുടെ സൈബർ തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കും. തട്ടിപ്പ് നടത്തിയ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിൽ എന്നാണ് കണ്ടെത്തൽ. പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്ത തുക ഇന്ത്യയിലെ ഒരു ബാങ്കിന്റെ വിവിധ ശാഖകളിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇപ്പോൾ ഇതിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. പലപ്പോഴും ഈ സൈബർ തട്ടിപ്പൊക്കെ നടത്തുന്നത് ഇത്തരം അന്യരാജ്യങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനികളായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം എന്നാണ് കണ്ടെത്തൽ? രഞ്ജിത്ത, വളരെ ആസൂത്രിതമായി നാളുകൾ കൊണ്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഇത്രയും അധികം തുക കൈക്കലാക്കാൻ എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. ഇത് തട്ടിപ്പ് നടന്നിരിക്കുന്നത് കാലിഫോർണിയ ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിലൂടെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിലും മലയാളി സാന്നിധ്യമുണ്ട് എന്ന് തന്നെ ഈ അന്വേഷണ സംഘം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തോട് ടെലിഗ്രാം ആപ്പ് വഴിയായിരുന്നു കൂടുതലായി മുഴുവൻ കാര്യങ്ങളും തന്നെ ഇടപാടുകളും എല്ലാം തന്നെ സംസാരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 25 കോടി രൂപ പൂർണ്ണമായും തന്നെ തട്ടിയെടുത്തിരിക്കുന്നു. പല ഘട്ടങ്ങളിലായി ഇയാളുടെ വിശ്വാസ്യത ആർജിച്ചെടുത്ത ശേഷമാണ് ഈ രീതിയിലേക്ക് വന്നത്. പലപ്പോഴായി ഇയാൾ ആദ്യഘട്ടത്തിൽ നൽകിയ പണത്തിൽ ഏതാണ്ട് 1 കോടിയിലധികം രൂപ ഈ ആപ്പിലൂടെ ഇയാളുടെ ഒരു പ്രോഫിറ്റ് ഷെയറായിട്ട് കാണിച്ചിരുന്നു. അങ്ങനെ വിശ്വാസം നേടിയെടുക്കുകയും കൂടുതൽ തുക ഇയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രേരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇയാൾ പലപ്പോഴും ഇതിൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴേക്കും ഒരു വലിയ തുക അതിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതായി, അതായത് ഈ ആപ്പിൽ ക്രെഡിറ്റ് ആയതായി കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ അങ്ങനെ വിശ്വാസ്യത എടുക്കുകയും ഒരു ഘട്ടത്തിൽ പോലും ഇയാൾ സംശയിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിൽ എല്ലാം തന്നെ ഇയാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളതല്ലേ, മലയാളിയല്ലേ, നിങ്ങൾക്കൊരു ഏജൻറ്റിനെ തരാമെന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ ഡാനിയൽ എന്ന് പറയുന്ന ഒരാൾ ഇയാളോട് ഓൺലൈൻ വഴി സംസാരിച്ചതായും എല്ലാം തന്നെ പോലീസ് നൽകിയ പരാതിയിലെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇയാളോട് ഇടനിലക്കാരനായി സംസാരിച്ച ഈ ഡാനിയൽ എന്ന് പറയുന്ന പേരുകാരൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഇതെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ നേരിടുന്നുണ്ട്. എങ്കിലും തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് പറയുന്നത്. അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ നിക്ഷേപിച്ച തുക പലരിൽ നിന്നായിട്ട് തന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ് നടത്തി തന്നെ ആർജിച്ച പണമാണ്. ഇയാൾക്ക് ആ രീതിയിലുള്ള ഈ പരാതിക്കാരൻ ആ രീതിയിലുള്ളൊരു സാമർഥ്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു, ഈ ട്രേഡിംഗ് സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഇയാളെ പലരും വിശ്വസിച്ചേൽപ്പിച്ച പണവും ഈ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഈ പണം ഓൺലൈനിലൂടെ തന്നെയാണ് താൻ സമാഹരിച്ചതെന്ന രീതിയിൽ തന്നെയാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. എങ്കിലും മറ്റു പലരുടെയും പണവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പൂർണ്ണമായും ഈ ട്രേഡിംഗ് ആപ്പ് വഴി തന്നെയാണ് ഇക്കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. മുന്നറിയിപ്പുകൾ പലതുണ്ടെങ്കിൽ പോലും പല രീതിയിലും ഇരകളുടെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന വലിയ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വിശ്വാസയോഗ്യമല്ലാത്ത ഒന്നിലേക്കും തന്നെ എടുത്ത് ചാടരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ മലയാളികൾ ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ് എന്നത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇരകളുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും സമയങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വന്നേക്കാം. ഈ ആപ്പിനെ സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെയും പോലീസ് അത് കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇരകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇയാൾ ഇത്രയും അധികം ഉണ്ടായിരുന്ന തൻ്റെ പ്രോഫിറ്റ് ഷെയറായിട്ട് കാണിച്ചിരുന്ന സ്ഥലത്ത് ഒരു 30,000 രൂപ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്ക്, ഇയാളുടെ ആപ്പിലുള്ള അക്കൗണ്ട് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുന്നു എന്ന പരിപൂർണ ബോധ്യം ഇയാൾക്കുണ്ടാവുകയും പിന്നീട് പരാതിയുമായിട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി സ്ഥലവും എല്ലാം തന്നെ വിദേശത്താണെങ്കിൽ കൂടി അതിൻ്റെ ഒരു ശൃംഖലകളെ ഏതെങ്കിലും രീതിയിൽ രാജ്യത്തുണ്ടാകും. സാന്നിധ്യമായി പല ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിലും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നോർത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ കൂടുതലായും തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. പോലീസ് മുഴുവൻ സാധ്യതയും പരിശോധിക്കുകയാണ്. രഞ്ജിത്ത്. ശരി.